ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വിനോദയാത്രയല്ല, ചെറിയൊരു തീർത്ഥാടനമാണ്. മോക്ഷ ട്രാവൽസിൻ്റെ ദർശൻ ഇന്ത്യയുടെ കൂടിയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത്. അവർ പറഞ്ഞതിന് 1 മണിക്കൂർ മുന്നേ ഞങ്ങൾ ബോർഡിംഗ് പോയിന്റിലെത്തി. അതുകൊണ്ട് ഇവിടെ പോസ്റ്റായി നിൽക്കുവാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബസ് വന്നു. അപ്പം ഞങ്ങളുടെ 2 ദിവസത്തെ ട്രിപ്പ് ഇവിടെ തുടങ്ങിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ വൈറ്റില ഹബ്ബിൽ നിന്നായിരുന്നു കയറിയത്. അതിനുശേഷം ഓരോ ബോർഡിംഗ് പോയിന്റിൽ നിന്നും നമ്മുടെ യാത്രയിലേക്ക് ആളുകൾ ജോയിൻ ചെയ്തു വന്നു. ഈ കാണുന്നത് എൻ്റെ ഡിഗ്രി പഠിച്ച കോളേജാണ്, മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ്. ഞാൻ ഈ വഴി എപ്പോഴും പോകുമ്പോഴും വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ബോർഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഈ ട്രിപ്പിന് 2 കോർഡിനേറ്റേഴ്സാണ് ഉണ്ടായിരുന്നത്, മനുച്ചേട്ടനും വിശാൽ ചേട്ടനും. അപ്പോൾ നമ്മുടെ മനുച്ചേട്ടൻ ഇൻസ്ട്രക്ഷൻസ് ആദ്യമായിട്ട് പറയാനുള്ള നമ്മൾ പോകുന്ന 4 ക്ഷേത്രങ്ങളിൽ. അതിനുശേഷം എല്ലാവരും ഒന്ന് പരസ്പരം പരിചയപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. എൻ്റെ വീട് വൈറ്റിലാണ്. ഞാൻ മോക്ഷയുടെ കൂടെ ഇത് 4ാമത്തെ ട്രിപ്പാണ്. പക്ഷേ എല്ലാ ട്രിപ്പിലും എൻ്റെ കൂടെ അച്ഛനും അമ്മയാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ആദ്യത്തെ ട്രിപ്പാണിത്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. അപ്പോഴത്തേക്കും ഡിന്നറിനുള്ള ടൈമായി. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ വണ്ടി നിർത്തിയത് ഈ ഹോട്ടലിന് മുന്നിലാണ്, ഉദയ് ഇൻ്റർനാഷണൽ ഹോട്ടൽ. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഈ ഹോട്ടലിലാണ്. രാവിലെ നമുക്കൊന്ന് ഫ്രഷ് ആവാനുള്ള ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി. അപ്പോഴത്തേക്കും അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ദർശൻ ഇന്ത്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഓരോ യാത്രക്കാർക്കും ID കാർഡ് പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നമ്മളുടെ ഫോട്ടോയും അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് നമുക്ക് വഴിതെറ്റിപ്പോയാൽ ഈ ID കാർഡ് നമുക്ക് വളരെ ഉപകാരമായിരിക്കും. ഇനി അമ്പലങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ തിരുപ്പതി ക്ഷേത്രത്തെ പറ്റിയുള്ള കഥ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഒരിക്കൽ ത്രിമൂർത്തികളിൽ ആരാണ് കേമൻ എന്നറിയാനായി പുറപ്പെട്ട ഭൃഗു മഹർഷി ബ്രഹ്മാവിനെയും ശിവഭഗവാനെയും സമീപിച്ചെങ്കിലും ഉത്തമമായ ഒരു സ്വീകരണം ലഭിച്ചില്ല. ശേഷം അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോയി. ധ്യാനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് കോപിഷ്ഠനായ ഭൃഗു മഹർഷി ഭഗവാന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. എന്നാൽ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് മഹർഷിയോട് മാപ്പ് അപേക്ഷിച്ചു. ഈ പ്രവൃത്തി കണ്ട മഹർഷി ഉത്തമനായി മഹാവിഷ്ണുവിനെ തിരഞ്ഞെടുത്തു. എന്നാൽ മഹർഷി ചവിട്ടിയത് മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായ ഭഗവാന്റെ നെഞ്ചിലായിട്ടും ഭഗവാൻ പ്രതികരിക്കാത്തത് കണ്ട് കോപിഷ്ഠയായ ദേവി അവിടെ നിന്നും പിണങ്ങി കോലാപൂരിലെത്തി ധ്യാനം ആരംഭിച്ചു. ലക്ഷ്മി ദേവിയെ അന്വേഷിച്ച് ഭൂമിയിലെത്തിയ ഭഗവാൻ ശ്രീനിവാസൻ എന്ന പേരിൽ മനുഷ്യരൂപം സ്വീകരിച്ച് തിരുമലയിലെത്തി മഹാലക്ഷ്മിയെ ധ്യാനിച്ച് തപസ് തുടങ്ങി. ശ്രീനിവാസന്റെ അവസ്ഥ മനസ്സിലാക്കിയ ലക്ഷ്മി ദേവി ബ്രഹ്മാവിനെയും പരമശിവനെയും വിളിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ബ്രഹ്മാവും ശിവഭഗവാനും പശുവിൻ്റെയും കിടാവിൻ്റെയും രൂപം സ്വീകരിച്ചു. ലക്ഷ്മി ദേവി പശുക്കളെ തിരുമല ഭരിച്ചിരുന്ന ചോള രാജാവിന് കാഴ്ചവെച്ചു. നിത്യവും മെയ്യാൻ പോകുമ്പോൾ പശു ശ്രീനിവാസനും പാൽ നൽകി വന്നു. ഇത് കാണാനിടയായ കറവക്കാരൻ പശുവിനെ മർദ്ദിക്കാൻ തുടങ്ങി. എന്നാൽ ശ്രീനിവാസനും മർദ്ദനമേറ്റു. കുപിതനായ ശ്രീനിവാസൻ ജോലിക്കാരൻ്റെ തെറ്റിന് രാജാവും കാരണക്കാരനാണെന്ന് പറഞ്ഞ് ചോള രാജാവിന് ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു. ശേഷം കാട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ശ്രീനിവാസനെ നിളാദേവി കാണുകയും നോക്കി നിൽക്കുകയും ചെയ്തു. ശ്രീനിവാസന്റെ തലയിൽ പരിക്ക് പറ്റിയ ഭാഗത്തെ മുടി നഷ്ടപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നിളാദേവി തൻ്റെ മുടി പിഴുതെടുത്ത് ശ്രീനിവാസന് വെച്ച് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ആ മുടി ശ്രീനിവാസനുമായി ഒന്നായി ചേരുന്നു. എല്ലാം മനസ്സിലാക്കി എഴുന്നേറ്റ ശ്രീനിവാസൻ ദേവിയോട് എന്തു വരം വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ദേവി ഭഗവാനെ കാണാനെത്തി മുടി കാണിക്ക നൽകുന്ന ഭക്തന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകണമെന്ന് ആവശ്യപ്പെടുന്നു. ഭഗവാൻ ദേവിയെ അനുഗ്രഹിച്ച് അയക്കുന്നു. ഇതിനിടയിൽ ശാപമുക്തനായ രാജാവ് ആകാശരാജാവായി പിറക്കുന്നു. അദ്ദേഹത്തിൽ ലക്ഷ്മി ദേവിയുടെ അംശമായ പത്മാവതി എന്ന പുത്രി ജനിക്കുന്നു. ശ്രീനിവാസനുമായി പത്മാവതിയുടെ കല്യാണം നടത്തണമെന്ന് നാരദമുനി രാജാവിനെ അറിയിക്കുന്നു. അപ്രകാരം രാജാവ് ശ്രീനിവാസന്റെയും പത്മാവതിയുടെയും വിവാഹം നടത്തുന്നു. എന്നാൽ വിവാഹ ചെലവിനുള്ള ധനം ശ്രീനിവാസൻ കുബേരനിൽ നിന്നും കടം വാങ്ങുന്നു. പിന്നീട് ശ്രീനിവാസൻ വായുദേവനെ വിളിച്ച് സ്വർഗത്തിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂവ് കൊണ്ടുവരാൻ പറയുന്നു. ശേഷം ഭഗവാന്റെ അപേക്ഷ പ്രകാരം മഹാലക്ഷ്മി ആ താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെടുന്നു. തൻ്റെ കടബാധ്യത മാറ്റാനായി കാണിക്ക അർപ്പിക്കുന്ന ഭക്തന്മാർക്ക് സമ്പത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ശ്രീനിവാസൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് നാരായണൻ വിശ്വരൂപം പ്രാപിച്ച് തിരുമലയിലെത്തി സ്വയം ശിലയായി മാറി. അപ്പോൾ ലക്ഷ്മി ദേവി ഭഗവാന്റെ നെഞ്ചിൻ്റെ ഇടതുഭാഗത്തും പത്മാവതി വലതുഭാഗത്തുമായി 2 ദേവിമാരും ദേവനിൽ അലിഞ്ഞു ചേർന്ന് കുടികൊണ്ടു. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഞങ്ങളങ്ങനെ ആദ്യം ചെന്നത് പത്മാവതി ക്ഷേത്രത്തിലേക്കാണ്.
തിരുപ്പതിയിൽ ദർശനം നടത്തുന്നതിന് മുമ്പ് പത്മാവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളിലൊന്നും ഫോൺ അലൗഡ് അല്ല. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റേഴ്സാണ് ഈ വീഡിയോസൊക്കെ എടുത്തു തന്നത്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് നല്ലൊരു തീർത്ഥകുളം കൂടിയുണ്ട്. അങ്ങനെ തൊഴുതിറങ്ങിയ ഞങ്ങളെല്ലാവരും ക്ഷേത്രത്തിന് മുന്നിൽ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് കടകളുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പർച്ചേസൊക്കെ നടത്തി. ഇനി ഞങ്ങൾ ബസ്സിലേക്ക് കയറുകയാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്കാണ്. അവിടേക്ക് നമ്മുടെ ബസ് ഡയറക്റ്റ് പോവില്ല. തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് വിളിച്ചിട്ട് വേണം നമുക്ക് മലയുടെ മുകളിലേക്ക് എത്താനായിട്ട്. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ് അവിടെ ഉള്ളത്. നമ്മളെയും അതുപോലെ തന്നെ ബസ്സും നല്ല രീതിക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മലയിലേക്ക് കടത്തി വിടുന്നുള്ളൂ. മലയിലേക്ക് കയറും തോറും നമുക്ക് തീർത്ഥാടനത്തിലുപരി ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ് ഫീൽ ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവർ ഓരോ വളവും കൂളായിട്ട് കറക്കിയാണ് ബസ് എടുക്കുന്നത്. അപ്പം ഞാനും എൻ്റെ കൂടെ ഇരുന്നേച്ച ചേട്ടനും ശരിക്കും ആ ഒരു ആദ്യം ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. അപ്പോഴേക്കും ഞങ്ങളുടെ കോർഡിനേറ്റർ മനുചേട്ടൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട പാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പേജിൽ 2 പേർക്കുള്ള പാസ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പേരും കൂട്ടം തെറ്റി പോവാതെ ഒരുമിച്ചാണ് അകത്ത് പഞ്ച് ചെയ്ത് കയറേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കയറുന്നതിന് ആധാർ കാർഡ് മസ്റ്റാണ്. ആധാർ കാർഡും ഈ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. ഈ പഞ്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്താൻ തന്നെ കുറേ ദൂരം നമുക്ക് നടക്കേണ്ടി വന്നായിരുന്നു. അകത്തേക്ക് ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ടാട്ടോ ഈ പുറമെയുള്ള കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം പഞ്ചിങ് സ്റ്റേഷനിലെത്തി. അവിടെ നമ്മുടെ ആധാർ കാർഡും അതുപോലെ തന്നെ ഈ പാസും കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറി. അതിനുശേഷം നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ബിൽഡിങ്ങിലേക്കാണ്. ആ ബിൽഡിങ്ങിൽ പല പല റൂമുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു റൂമിലേക്കായിരിക്കും നമ്മളെ കയറ്റി വിടുന്നത്. ആ ഒരു റൂമിൽ ഒരു 150 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ആ ഒരു റൂമിലായിരിക്കും നമ്മൾ കുറേ നേരം കാത്ത് നിൽക്കേണ്ടി വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 മണിക്കൂറോളം കാത്ത് നിൽക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മുടെ പാസിലുണ്ടായിരുന്ന ടൈം വൈകിട്ട് 6 മണിയായിരുന്നു. ഞങ്ങൾ പക്ഷേ അവിടെ ഒരു 2 മണിയോടുകൂടി എത്തിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ 3-4 മണിക്കൂർ കാത്ത് നിൽക്കേണ്ടി വന്നത്. എന്നാലും ഞങ്ങളുടെ റൂം ഒരു 6-6:30 തുറന്നായിരുന്നു. ആ തുറക്കുന്ന ടൈമിൽ വല്ലാത്തൊരു ഇടിയാണ് അനുഭവപ്പെടുന്നത്. എവിടെ നിന്നൊക്കെയാണ് ഇടി വരുന്നതെന്ന് നമുക്ക് തന്നെ പിടിയില്ല. എല്ലാവരും ആ റൂമിൻ്റെ പുറത്തേക്ക് കടക്കാനുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു. ആ റൂമിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നമ്മൾ കരുതും നേരെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ അല്ല, പിന്നെയും നമ്മൾ ക്യൂ നിന്ന് വേറൊരു ചെക്കിങ്ങിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു 3-മത്തെയോ 4-മത്തെയോ ചെക്കിങ്ങാണ്. ആ ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അങ്ങോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മളെ കടത്തി വിടുകയാണ്. ഭഗവാനെ നല്ല രീതിക്ക് കാണാൻ സാധിച്ചെങ്കിൽ പോലും ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ മാത്രമേ നമുക്ക് അവിടെ നിന്ന് തൊഴാനായിട്ട് സാധിച്ചുള്ളൂ. പെട്ടെന്ന് ആൾക്കാരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഭഗവാനെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ലഡുവിൻ്റെ കൗണ്ടറിലേക്കാണ്. തിരുപ്പതിയിലെ മെയിൻ പ്രസാദം ലഡുവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പാസിൻ്റെ കൂടെയും ഒരു ലഡു ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഞ്ച് ചെയ്ത ശേഷം അമ്പലത്തിലേക്ക് കയറുമ്പോഴും ആ പാസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോയാൽ ആ ലഡു കിട്ടത്തില്ല. പാസ് കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ ലഡു ഫ്രീ ആയിട്ടുള്ളത് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ലഡുവൊക്കെ മേടിച്ചു. അപ്പോഴേക്കും സമയം രാത്രി ഒരു 8 മണി 9 മണിയോ എന്തോ ആയി. അപ്പോൾ അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അന്നദാന ഹാളിലേക്കായിരുന്നു എല്ലാവരും പോയത്. അന്നദാന ഹാൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വലുതാണെന്ന് പ്രതീക്ഷിച്ചില്ല. 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു റൂമല്ല, അതുപോലെ തന്നെ പല പല ഹാളുകളായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് LED സ്ക്രീനല്ല, ഞാൻ ആദ്യം അങ്ങനെയാണ് ധരിച്ചത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു. ഭയങ്കര ഒറിജിനാലിറ്റി ഉള്ളൊരു പെയിൻറ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ അന്നദാന ഹാള്. ആദ്യം ഞങ്ങൾ കയറിയ ഹാളിൽ നമുക്ക് ഇരിക്കാൻ പോലും സീറ്റ് കിട്ടിയില്ല. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി മുകളിലും ഇതുപോലെ തന്നെ ഹാളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയിട്ടാണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചത്. ചോറും പരിപ്പുവടയും സാമ്പാറും മോര് കറിയും അങ്ങനെയുള്ള കുറേ
കറികളുണ്ടായിരുന്ന ഒരു നല്ല ഊണ് തന്നെയായിരുന്നു ഭഗവാന്റെ പ്രസാദമായിട്ട് കിട്ടിയത്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2-3 പേര് തല മുട്ടയടിച്ച് ഇതുപോലെ സുന്ദരന്മാരായി. അങ്ങനെ അവർ വരാനായിട്ട് കുറച്ച് നേരം നമ്മൾ കാത്തിരുന്നതിന് ശേഷം എല്ലാവരും കൂടി നമ്മൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. മുകളിൽ വല്ലാത്ത തണുപ്പായിരുന്നു. അതിൻ്റെ കൂടെ ചാറ്റൽ മഴയും കൂടി ആയപ്പോൾ പൂർത്തിയായി. എല്ലാവരും നല്ല തണുത്ത് മരവിച്ചിരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ എത്തിയാൽ മതിയെന്നായി എല്ലാവർക്കും. അങ്ങനെ ആ ബസ് നേരെ നിർത്തി തന്നത് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ആരും ഒന്നും നോക്കിയില്ല. എല്ലാവരും അവനവൻ്റെ റൂമിൽ കയറി. അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. അങ്ങനെ ട്രിപ്പിൻ്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനിയായി വന്നപ്പോഴത്തേക്കും ട്രിപ്പ് കഴിയാറായി. രാവിലെ എഴുന്നേറ്റ് റെഡിയായി വന്നപ്പോഴത്തേക്കും ഇന്നലത്തെ പോലെ തന്നെ ഹോട്ടലുകാരെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വെക്കേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റിസപ്ഷനിൽ കൊണ്ടുവച്ചു. അങ്ങനെ ആ ഹോട്ടലിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറി. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കാളഹസ്തിയാണ്. ഈ ഹോട്ടലിൽ നിന്ന് കാളഹസ്തിയിലേക്ക് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് ബസ്സിലെ ഓരോരുത്തരുടെയും കലാപ്രകടനങ്ങൾ കാണാൻ സാധിച്ചു. ശിവായ മന്ത്രത്തെ നടുക്കൽ നിന്നിനാകൂപ്പി സ്തുതിച്ചു കൊണ്ടിരിപ്പൂ സമസ്ത അപരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ളുയിരുട്ടിനെ അകറ്റുവാൻ പിതാവാട്ടി തുള്ളി. മലയുണ്ട് ഏഴിമല, ഒരു മലയുണ്ട് പഴനിമല, എന്നയ്യപ്പന്റെ മലയാം ശബരിമല. സ്വാമി ശരണം ശരണമേ, സ്വാമി ശരണമയ്യപ്പ, ഞാൻ വണങ്ങും ഇഷ്ടദൈവമേ. സ്വാമി ശരണമയ്യപ്പ, ഇഷ്ടദൈവമേ. സ്വാമി ശരണമയ്യപ്പ. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. സ്വാമിയെ മഞ്ഞണിഞ്ഞാമലയിൽ അയ്യപ്പോ പൊന്നണിഞ്ഞുള്ളിൽ അയ്യപ്പോ നെയ്യണിഞ്ഞ നിൻരൂപം. അങ്ങനെ എല്ലാവരുടെയും പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ കാളഹസ്തിയിലെത്തി. കാളഹസ്തിയിൽ ഞാൻ കുഞ്ഞിലേ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കഥ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ കഥ പറഞ്ഞു തരുന്നതിന് മുൻപ് ഞങ്ങളുടെ ബസ്സിൽ ഇറങ്ങിയപ്പോഴത്തേക്കും 2-3 ആളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പൊട്ട് കുത്തിത്തരാനായിട്ട്. ഇതിവിടുത്തെ ആചാരമൊന്നുമല്ല, എന്നാലും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാനും ചേട്ടനും കുത്തി. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് വരാം. ശ്രീ കാളഹസ്തി എന്നാണ് പേര്. അപ്പോൾ നമ്മൾ വിചാരിക്കും കാളയുടെ എന്തെങ്കിലും ആയിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല ഇവിടുത്തെ ഐതിഹ്യം. ശ്രീ എന്ന പേരുള്ള ചിലന്തിയും കാള സർപ്പവും ഹസ്തി എന്ന പേരുള്ള ആനയും ഒരു ശിവലിംഗത്തെ ആരാധിച്ച് സംരക്ഷിച്ചു പോന്നിരുന്നു. ഈ ക്ഷേത്രത്തിന് സമീപം സ്വർണ്ണമുഖി എന്ന പേരുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിലെ ജലം തുമ്പിക്കൈ കൊണ്ട് എല്ലാ ദിവസവും ഈ ആന എടുത്തുകൊണ്ടുവന്ന് ശിവന് ധാര ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ശ്രീ എന്ന് പറയുന്ന ചിലന്തി വല കെട്ടി ശിവലിംഗത്തിലേക്ക് വേറെ ഇലകളൊന്നും വീഴാണ്ട് സംരക്ഷിച്ചു പോന്നിരുന്നു. സർപ്പം രത്നങ്ങൾ കൊണ്ടാണ് ശിവലിംഗത്തെ സംരക്ഷിച്ചിരുന്നത്. ഈ ആരാധനയിൽ സംപ്രീതനായ ശിവഭഗവാൻ ഇവരെ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞങ്ങൾ കുറേ കടകൾ കണ്ടതുകൊണ്ട് അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ പോയി.
അങ്ങനെ ശിവഭഗവാനെയൊക്കെ കണ്ട് ഞങ്ങൾ കാളഹസ്തിയിൽ നിന്ന് യാത്ര തിരിച്ചു. അപ്പോഴേക്ക് സമയം ഉച്ചയായി. ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയത്. താലി മീൽസ് ആയിരുന്നു അവർ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഈ യാത്രയുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. ആ യാത്രയിൽ നമ്മുടെ മനിച്ചേട്ടൻ നമ്മൾക്ക് വേണ്ടി പുരാണ ക്യൂസൊക്കെ നടത്തിയായിരുന്നു. അതിൽ ഫസ്റ്റ് മേടിച്ച ചേച്ചിക്ക് ഗിഫ്റ്റും കൊടുത്തു. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റായ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തി. അവിടേക്ക് ഫോൺ അലൗഡ് അല്ല. അത് കാരണം നമുക്ക് പുറത്തു നിന്നുള്ള വീഡിയോസ് മാത്രമേ എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെന്നത് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. റോട്ടിലായാലും അമ്പലത്തിലായാലും അമ്പലത്തിനകത്തായാലും പുറത്തായാലും ഒക്കെ നല്ല തിരക്കായിരുന്നു. ഇതായിരുന്നിട്ട് നമ്മുടെ സാരഥികൾ 2 പേരുണ്ടായിരുന്നു. ഈ യാത്ര 2 സ്റ്റേറ്റുകളാണ് നമ്മൾ കയറി ഇറങ്ങിയത്. ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിൾ തമിഴ്നാടായിരുന്നു. അപ്പോൾ 2 സ്റ്റേറ്റിനോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു നമ്മൾ കേരളത്തിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. യാത്രയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരം യാത്ര ഭംഗിയായി സംഘടിപ്പിച്ച നമ്മുടെ സ്മാർട്ടായിട്ടുള്ള 2 കോർഡിനേറ്റേഴ്സിലെ ചേട്ടന്മാർക്കും ഞങ്ങൾ ചെറിയ സ്നേഹോപഹാരമൊക്കെ നൽകി ആദരിച്ചായിരുന്നു. ഒരുപാടായി എല്ലാവർക്കും പ്രശ്നം കിട്ടണം. ഞങ്ങളുടെ എല്ലാവരുടെയും വക സ്നേഹോപകാരം തരാൻ വെച്ചിട്ട് കവറൊക്കെ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. കവറ് മേടിച്ചിട്ട് കിട്ടിയില്ല. അത് കൊടുക്കാനായിട്ട് നമ്മുടെ ചെറിയൊരു കൂട്ടുകാരുണ്ട് ഇവിടെ, ഇന്ദ്രജിത്ത് എന്നുള്ള. കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്